അല്ല, ആരുടെയും മൊത്തക്കുത്തക ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. ന്യൂനപക്ഷ സമൂഹങ്ങൾ ആരുടെ കൂടിയാണ് നിൽക്കുക എന്ന് അവരാണല്ലോ പറയുന്നത്. ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും എം കെ രാഘവന് കോൺട്രാക്റ്റ് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹം മുഴുവനും ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പമാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുഴുവനും ജയിക്കുന്നത് രാഘവൻ്റെ പാർട്ടിയല്ലല്ലോ, ബി ജെ പി അല്ലേ ജയിക്കുന്നത്. ഇപ്പോൾ ഗോവയിൽ ബി ജെ പിയാണ് ജയിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പിയാണ് ജയിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ 99-100% ക്രിസ്ത്യൻ സമൂഹമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് നരേന്ദ്രമോദിയെ വിശ്വസിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവർ രേഖപ്പെടുത്തും. ഒരു മതന്യൂനപക്ഷത്തിൻ്റെയും ബ്രാൻഡ് അംബാസഡർ ആവാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട. മതന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി മോഡി ഭരണത്തിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അവർക്ക് തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ വിവേകമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്. അതിനനുസരിച്ച് അവർ തീരുമാനമെടുക്കും. ആ തീരുമാനം നരേന്ദ്രമോദിക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അല്ല, എല്ലാ കാലത്തും തീവ്രവാദ സംഘടനകളുടെ പരസ്പരം സഹായം സ്വീകരിക്കുന്നത് LDFും UDFുമാണ്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാം കണ്ടിട്ടുള്ളതാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ലോകസഭയിലും അത് ആവർത്തിക്കും. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചവരാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും CPMകാരും. അപ്പോൾ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സഹായം, അതാണല്ലോ SDP. ഇന്നിപ്പോൾ SDP എന്ന പേര് അറിയപ്പെടുന്നല്ലേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സഹായം സ്വീകരിക്കാൻ ഒരു മറയും മടിയും കോൺഗ്രസ്സിനുമില്ല, CPMനുമില്ല. തരാതരം പോലെ അവരത് വാങ്ങിക്കും. എന്നിട്ട് വലിയ രാജ്യസ്നേഹത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെ പറയും. ഈ LDFും UDFും SDP-യും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അവരാദ്യം തള്ളിപ്പറയട്ടെ. രാജ്യം നിരോധിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDP. അവരെ തള്ളിപ്പറയാൻ LDFിനെയും UDFിനെയും സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതിന് പകരം അവരുടെ മടയിൽ കയറിയിറങ്ങി അവരുടെ സഹായം സ്വീകരിക്കുന്ന അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം LDFും സ്വീകരിക്കുന്നുണ്ട്, UDFും സ്വീകരിക്കുന്നുണ്ട്. ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് SDP ചില മണ്ഡലങ്ങൾ LDFിൻ്റെ കൂടെയാണ്, ചില മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടെയാണ്. രണ്ടു കൂട്ടരും തരാതരം പോലെ SDP-യുടെ പിന്തുണ വാങ്ങിക്കുന്നുണ്ട്, തീവ്രവാദികളുടെ വോട്ട് വാങ്ങിക്കുന്നുണ്ട്. അത് വലിയ അപകടകരമാണ്. വലിയ വില ഇതിന് ഈ രണ്ട് മുന്നണിയും കൊടുക്കേണ്ടി വരും.